ശരി ശരി. നല്ല ബ്രിക്കോട് നല്ല ഇനിയും അടി നല്ല രീതിയിൽ ഇറങ്ങുന്ന ടൈപ്പ്. നല്ല പശു കേട്ടോ. 4 പല്ല് പ്രായമുള്ളൊരു കടിഞ്ഞൂല് ഒറിജിനൽ മോഴയാണ്. ഓക്കെ ഓക്കെ. ഇനി എത്ര ദിവസം ഉണ്ടോ പ്രസവിക്കുന്നത്? പ്രസവിക്കുന്ന ഒരു 20 ദിവസം പിടിക്കും. ഒരു 20 ദിവസത്തോളം ഉണ്ട്. എന്നിട്ട് പല്ല് 2 പല്ല് പ്രായമാണ്. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഈ ഒരു പശു? ഇത് ഒരു 25 മേലെ കിട്ടും. 25 മേലെ. ഇതൊക്കെ എന്ത് വില ആയിരുന്നു? ശരി ശരി. ഇപ്പൊ ഷക്കീറാണ് എടുത്തു തന്നേക്കുന്നില്ല? ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകയുടെ ചിന്താമണി മാർക്കറ്റാണ്. ചിന്താമണി മാർക്കറ്റിൽ നിന്ന് നമ്മൾ കുറേയധികം പശുക്കൾ വാങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിലെ നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമിലേക്കാണ് വാങ്ങിയിരിക്കുന്നത്. 6 കടിഞ്ഞൂല് പശുക്കളാണ്. കടിഞ്ഞൂല് 2 പല്ല് 4 പല്ല് മാക്സിമം പ്രായമുള്ള കന്നി പശുക്കൾ പ്രസവിക്കുന്ന ഒരു 15-20 ദിവസം മാത്രം ഗ്യാപ്പിലിട്ടാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം ഒരു 20 മുതൽ 25-30 ലിറ്ററൊക്കെ പാല് പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ്. ബാക്കിലാണ് കാണുന്ന പശുക്കളാണ്. എല്ലാം നല്ല ഹൈബ്രിഡ് ഹെവി സൈസ് ജംബോ സൈസ് പശുക്കളാണ് കേട്ടോ. നല്ല ടോപ്പ് ക്വാളിറ്റി ഡെൻമാർക്ക് HF ഉണ്ട്. എല്ലാം കന്നി അടിപൊളി ഒറിജിനൽ മോഴയും ആണ് കൂടുതലും. പിന്നെ കൊമ്പ് കരിച്ചത് ഒരെണ്ണമുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനൽ മോഴ പശുക്കളാണ്. അടിപൊളി സൈസുള്ള പശുക്കളാണ്. ഈ ഒരു പശുക്കളുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസാണ് ഇതിലുള്ളത്. അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക്. എല്ലാ തരത്തിലുള്ള ഫാമിംഗ് അക്സസറീസും നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓൾ കേരള ബേസിൽ കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക. അതുപോലെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഡയറി അക്സസറീസാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് തരും. നമ്മൾ DTDC കൊറിയേഴ്സാണ് നോർമലി അയച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം 2 ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട്. പിന്നെ ചില കേസുകൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലും അയക്കാറുണ്ട്. ബ്രോ നമസ്കാരം. ബ്രോയുടെ പേരെങ്ങനെയാണ്? നമ്മുടെ സ്ഥലം എവിടെയാണ്? ഇടുക്കിയിൽ നിന്ന്. ഇപ്പം ചിന്താമണിയിൽ വന്നേക്കുവാണ്. 3-4-5 പശുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം അടിപൊളി പശുക്കളാണ്. എല്ലാം കന്നി പശുക്കളാണ്. നല്ല ബ്രീഡ് ക്വാളിറ്റി കൂടി അടിപൊളി പശുക്കളാണ്. എങ്ങനെയാണ് പറ? ഫാമൊക്കെ ആണോ? ആദ്യമായിട്ടാണോ ഈ മാർക്കറ്റിൽ വരുന്നത്? കൃഷ്ണഗിരിയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പശുക്കളൊക്കെ? എങ്ങനെയുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ? എല്ലാം നല്ല വലിപ്പത്തിലാണെങ്കിലും ഉള്ള പശുക്കൾ കൂടുതൽ പാല് ലഭിക്കുന്ന തരത്തിലുള്ള പശുക്കളൊക്കെയാണ്. നമുക്ക് എത്ര പശുക്കളുണ്ട് ഫാമിൽ നിലവിൽ? നമുക്ക് പശുക്കൾ 10-30 ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇതിലാണ് മാറിയെടുക്കാൻ. പക്ഷെ എല്ലാം കടിഞ്ഞൂല് തന്നെയാണ്. എത്ര പല്ല് പ്രായമൊക്കെ ഉള്ളതാണ്? 2 പല്ല് നമ്മൾ കൂടുതലും എടുത്തിരിക്കുന്നത്. എല്ലാം പ്രസവിക്കാറായ പശുക്കളൊക്കെയാണ് അല്ലേ? എല്ലാം ഓക്കെ. ഒരു 15-20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ടോപ്പ് ക്വാളിറ്റി എല്ലാം മോഴ പശുക്കളാണ് അല്ലേ? ഒന്നും കൊമ്പില്ലാത്തതാണ്. കൊമ്പ് കരിച്ചതും കൊമ്പില്ലാത്ത പശുക്കളൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പാല് പ്രതീക്ഷിക്കുന്നതൊക്കെ ഒരു ദിവസം? 25-27 ഇടയ്ക്കാണ്. കടിഞ്ഞൂരിൽ തന്നെ 25-ന് മുകളിൽ പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം നല്ല സൈസുള്ള പശുക്കളൊക്കെ തന്നെയാണ്. എല്ലാം നല്ല ഹെവി സൈസ് പശുക്കളാണ്. നമ്മുടെ ഫാമിൽ എങ്ങനെയാണ് എത്ര ലിറ്റർ വരെ കറക്കുന്ന പശുക്കളൊക്കെ ഉണ്ട്? 17 വരെ ഒരു നേരം രാവിലെ പശുക്കളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഫാമിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണോ എല്ലാം നോക്കുന്നത്? വീട്ടിലെല്ലാവരും കൂടെ സഹകരിച്ചാണ്. പണിക്കാരൊന്നും ഇല്ല? പണിക്കാര് ഹിന്ദിക്കാര് ഉണ്ട്. പുല്ലുവെട്ടാനും പുൽകൃഷിയൊക്കെ ഉണ്ടോ? നമുക്ക് കൃഷിയില്ല. കൂടുതൽ നമ്മൾ തമിഴ്നാട്ടിലെ ചോളത്തട്ട ഇറക്കാണ്. എങ്ങനെ ചോളത്തട്ടയ്ക്കൊക്കെ എങ്ങനെയുണ്ട് റേറ്റ് ഇപ്പം? വരുന്നത് തമിഴ്നാട്ടിൽ വരുമ്പോൾ 1 രൂപ ആണ് തണ്ടിന് അവിടെ റേറ്റ് വരുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ട് ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ 2 രൂപ. 2 രൂപ ഒരു കിലോനോ? ഒരു തണ്ടിന്? ഓ അങ്ങനെയാണ്. 7000 രൂപയുടെ ആണെങ്കിൽ നമുക്ക് 2500 കിലോ 3000 കിലോ സാധനം കിട്ടും. അത് പിന്നെ ഷാഫ്റ്ററിൽ അറിഞ്ഞു കൊടുക്കണം. വേറെ അല്ലാതെ എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്? ചോളത്തട്ടല്ലാതെ നമ്മൾ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് പൊടി നമ്മൾ തേനി വന്ന് പൊടിച്ച് നമ്മൾ തന്നെ മിക്സ് അടിക്കും. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്? അതിനകത്ത് കമ്പുണ്ട്, മെയ്സ് ഉണ്ട്, മക്കച്ചോളം ഉണ്ട്, പിണ്ണാക്കുണ്ട്, തവിടുണ്ട്. നമ്മൾ പറയുന്ന റേഷ്യയിൽ അവർ പൊടിച്ചു തരും. ഏകദേശം 1 കിലോനൊക്കെ എന്തോ റേറ്റ് ആവും നമ്മൾ നോക്കുമ്പോൾ? അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 12 രൂപ 14 രൂപ 1 കിലോന് വരുള്ളൂ. പൊടിക്കൂലല്ലോ അവിടെ അല്ലേ? തേനിയിലാണോ അതിന്റെ മില്ലും? ഇത് വാങ്ങുന്നത് എല്ലാം അവിടെ നിന്ന് തന്നെയാണ്. ഓക്കെ. തേനി ചെന്നാൽ നമുക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ കിട്ടും അല്ലേ? ഇപ്പം മെയ്സിനൊക്കെ അവിടെ എങ്ങനെ ഉണ്ട് കിലോനൊക്കെ? ഇപ്പോൾ മെയ്സ് നമ്മൾ ക്വാളിറ്റിയിലുണ്ട്. ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ആവറേജ് ക്വാളിറ്റി എടുക്കുവാണെങ്കിൽ വലിയ റേറ്റ് ആവത്തില്ല. ഏകദേശം എത്ര റേഞ്ചൊക്കെ വരും? നോക്കിയിട്ടില്ല. എന്നാലും നമ്മളെ അവിടെ ഒരു ചാക്ക് പൊടി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ലോക്കലിൽ എടുക്കുവാണെങ്കിൽ നമുക്കൊരു 1500 രൂപ വരുന്നുണ്ട്. നമുക്കൊരു 1300 1200 രൂപ നടക്കും. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. പിന്നെ പരുത്തിക്കുരു അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? ഇതെല്ലാം ഇതിന്റെ ആഡ് ചെയ്യുകയാണ്. പിന്നെ പെല്ലറ്റ് ഏതാ കൊടുക്കുന്നത്? പെല്ലറ്റ് നമ്മൾ KS മിൽമയാണ് കൊടുക്കുന്നത്. മിൽമയുടെ നമ്മളവിടെ ബ്രീഡിംഗ് പോളിസി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിലവിൽ അങ്ങനെ
കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇത് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെ ചെയ്യുമ്പോൾ നല്ല സെമൻ ഇനി നല്ല സെറ്റ് ചെയ്യണം അല്ലേ? LED അല്ലെങ്കിൽ ABS ഒക്കെ പോലുള്ള നല്ല കുട്ടികളെ ഇത്രയും പൈസയും കൊടുത്ത് കഴിയുമ്പോൾ നല്ല സെമൻ നല്ല കുട്ടികളെ തന്നെ ആക്കി എടുക്കാൻ നമുക്ക് എടുക്കുന്നതാണ്. ശരി ശരി. ഇപ്പൊ ശക്തിപുരമാണ് എടുത്തു തന്നേക്കുന്നില്ല? ശക്തിപുരമാണ്. ശക്തിപുര നമ്മളെ യൂട്യൂബിലൂടെ നമ്മൾ കണ്ടുള്ള പരിചയമാണ്. അങ്ങനെ ഫോൺ വിളിച്ച് അന്നാണ്. നേരത്തെ എടുത്തിട്ടുണ്ടോ അതോ ശക്തി ആദ്യമായിട്ടാണോ? ശക്തി ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എത്ര വർഷമായിട്ട് പശുക്കളെ വളർത്തുന്നുണ്ട് നമ്മളിപ്പോ? 7 വർഷമായിട്ട് ഫാമാണ്. 7 വർഷമായിട്ട് ഫാമാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ എവിടെ നിന്ന് എടുത്തോണ്ടിരുന്ന പശുക്കളെ? കൃഷ്ണഗിരി ബോഡി നമ്മുടെ ആ ഏരിയ ഏറ്റവും കൂടുതൽ ദൂരം വന്നാൽ നമ്മൾ കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി വന്നിട്ടുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് പശുക്കളെ എടുത്തിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് പശുക്കളെ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്നേരം പാല് 10 ലിറ്റർ 12 ലിറ്ററൊക്കെയാണ് മാക്സിമം നമുക്ക് രാവിലെ കിട്ടുന്നത്. പക്ഷെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് എങ്ങനെയാണ് വണ്ടിയിലൊക്കെ നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നത് പറഞ്ഞിരിക്കുന്നത്? ഇനിയിപ്പോ ഇവര് പറയുന്നത് ഇവിടുന്ന് ലോറിക്ക് പൊള്ളാച്ചി സേലം വരെ സേലം അവിടുന്ന് വേറെ ലോറിയിലേക്ക് കയറ്റാൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. ശരി 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 ശരി. ഇവിടെ എങ്ങനെയാണ് മൊത്തത്തിൽ മാർക്കറ്റ് നോക്കിയിട്ട് പശുക്കളൊക്കെ കണ്ടിട്ട് കളക്ഷൻ ഉണ്ടോ? ഇഷ്ടംപോലെ നമുക്ക് നോക്കിയെടുക്കാനുള്ള കളക്ഷൻ ഉണ്ടല്ലേ? പക്ഷെ നല്ല ക്വാളിറ്റി അല്ലേ? സംസ്ഥാനത്ത് എവിടെ ചെന്നാലും 1-2 പശുക്കളുണ്ട്. പിന്നെ ദൂരം പോകണം. ഇപ്പൊ അങ്ങനെ പശുക്കളെ നമുക്ക് കുറെ ഇനം കാണാൻ പറ്റും. നമുക്ക് നോക്കിയെടുക്കാൻ ഇഷ്ടമല്ലേ? വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നല്ല പശുക്കളെ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ആവണമെന്നില്ല. ചിന്താമണി എങ്ങനെയാണ് നമ്മൾ പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം ചോദിക്കുന്ന പശുക്കളെ തന്നെ ഉണ്ട്. കണ്ടിരുന്നാല് അത്ര വലിയ പശുക്കളൊക്കെ വേറെ കണ്ടിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എടുത്തപ്പോഴും ഒരുപാട് നല്ല പശുക്കളൊക്കെ തന്നെയാണ്. അല്ല അതാണ് പ്രധാനമായിട്ട് നമ്മൾ കടിഞ്ഞൂല് പശുക്കളാണല്ലേ. നമുക്ക് പ്രായം കുറഞ്ഞ പശുക്കൾ 3-4 പ്രസവം നമുക്ക് ഫാമിൽ തന്നെ നിർത്താം കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ നമുക്ക് നിൽക്കാം. അത്യാവശ്യം എല്ലാം കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചുള്ള പശുക്കളാണല്ലേ. അതുപോലെ തന്നെ HF ടോപ്പ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഇടുക്കിയിലാണ് അത്യാവശ്യം ക്ലൈമറ്റും കുഴപ്പമില്ല. കൂടുതലും HF പശുക്കൾക്കെതിരെയാണോ മൊത്തം നിൽക്കുന്നത്? HF ആണ് മൊത്തം നിൽക്കുന്നത്. കറവ എങ്ങനെ മിൽക്കിംഗ് മെഷീൻ ആണോ? ശരി, ഇതെല്ലാം ഒന്ന് നടത്തി കാണിക്കും ഓരോ പശുക്കളും. ഒരു വേണ്ട ശക്തി പ്രോ, ഇതിന് ഓരോന്നിനും ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം ഓരോ പശുക്കളൊക്കെ. ഇത് 4 പല്ലേട്ടാ. 4 പല്ല് പ്രായമുള്ളൊരു കടിഞ്ഞൂല് ഒറിജിനൽ മോഴയാണോ? ഓക്കെ ഓക്കെ. ഇനി എത്ര ദിവസം ഉണ്ടോ പ്രസവിക്കുന്നത്? പ്രസവിക്കുന്ന ഒരു 20 ദിവസം പിടിക്കും. ഒരു 20 ദിവസത്തോളം ഉണ്ട് ഇനി പ്രസവിക്കുക അല്ലേ? എത്ര പാല് വരെ പ്രതീക്ഷിക്കണം നമുക്ക്? 25 വരെ കിട്ടും. 25 ലിറ്റർ വരെ കടിഞ്ഞൂല് ഒരു ദിവസം കിട്ടുന്ന പശുക്കളാണ്. ഇനി അടുത്തേണം. ഇത് 2 പല്ലാണ്. 2 പല്ല് കടിഞ്ഞൂല് പശുവാണ് അല്ലേ? എന്നീ പശുവാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. എത്ര ദിവസം ഉണ്ടാകും പ്രസവിക്കുന്നത്? ഒരാഴ്ച അല്ലേ? ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്നതാണ് മിക്കവാറും. ഇനി ട്രാൻസ്പോർട്ടേഷൻ ക്യാമ്പിൽ കുറച്ചുകൂടി നേരത്തെ പ്രസവിക്കുമായിരിക്കും. 2 പല്ല് അല്ലേ? 2 പല്ല് പ്രായമാണ്. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഈ ഒരു പശു? ഇത് ഒരു 25 മേലെ കിട്ടും. 25 മേലെ. ഇതൊക്കെ എന്ത് വിലയായിട്ട് നമുക്ക് ഇതൊരു പശുവിന്? 1 ലക്ഷം നേരത്തെ പറഞ്ഞു. 120 തൊട്ട് മുകളിലോട്ടുള്ള പശുക്കളൊക്കെയാണ്. 25-30 വരെയൊക്കെ ഒരു ദിവസം പ്രതീക്ഷിക്കാം അല്ലേ കടിഞ്ഞൂല്? ഇത് എത്ര പല്ല് പ്രായമുള്ള പശുവാണ്? ഇത് 4 പല്ല് കടിഞ്ഞൂല് പശുവാണ്. 6 പശുവും കന്നി പശു. എല്ലാം കന്നി. ഇത് നമുക്ക് യന്ത്ര പാല് പ്രതീക്ഷിക്കാം. ഇത് 25 മേലെ കിടക്കും. 4 പല്ല്. 4 പല്ല് കടിഞ്ഞൂല് പശുവാണ്. ഒരു 25 ലിറ്ററിന് മേലെ നമുക്ക് കടിഞ്ഞൂല് പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ്, കന്നി പശുക്കളാണ്. കൂടുതൽ നമ്മൾ കന്നി പശുക്കളെ എടുക്കുന്നതായിരിക്കും നല്ലതാണ് അല്ലേ? ആദ്യം പ്രായം കുറവ് നമുക്ക് 3-4 പ്രസവം നിർത്താം. പിന്നെ നമുക്ക് കുറച്ച് റിസ്കുകൾ കുറയാം. ഇത് 2 പല്ല് കടിഞ്ഞൂല് പശുവാണ്. എത്ര ദിവസം ഉണ്ടാണ് പ്രസവിക്കുന്നത്? ഇതിന് ഒരു 20 ദിവസം പിടിക്കും. ഒരു 20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുവാണ് അല്ലേ? ഇതിനൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കുന്നത്? ഇതെല്ലാം മാക്സിമം ഒരു 25 ഒരു 20-25 ലിറ്ററൊക്കെ ഒരു ദിവസം. 4 പല്ലുള്ളതാണ്. അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി. HF നല്ല ടോപ്പ് ക്വാളിറ്റി ആണ്. ഡെൻമാർക്ക് HF ആണോ? ഇത് മൊത്തം എത്ര പശുക്കൾ എടുത്തോ നമ്മള്? 6 പശുക്കളാണ്. ഹെവി സൈസ്
നല്ല സൈസ് വരേണ്ട ഒന്ന് അകട് വയ്ക്കാം സമയമുണ്ട് പ്രസവിക്കാൻ. ശരി ശരി. നല്ല ബ്രിക്കോട് നല്ല ഇനിയും മടി നല്ല രീതിയിൽ ഇറങ്ങുന്ന ടൈപ്പ്. നല്ല കാമ്പ് നല്ല ലെങ്ത് അല്ല നല്ല പശു കേട്ടോ കറക്റ്റ്. നല്ല അകൽച്ചയും നല്ല ഗ്യാപ്പും ഒക്കെ ഉള്ളതാണ്. ഇനിയും ഇറങ്ങാൻ സമയമുണ്ടല്ലേ? മടി ഇറങ്ങാൻ തന്നെ ഇഷ്ടമുള്ള സമയം. 20 ദിവസം ഉണ്ട് കേട്ടോ. ഇത് എത്ര പല്ല് പ്രായമാണ്? 2 പല്ല് പ്രായമുള്ള കന്നി ഒറിജിനൽ മോഴ പശുവാണ് അല്ലേടാ? ഒറിജിനൽ കൊമ്പ് കരിക്കാത്ത ഒറിജിനൽ മോഴ പശുവാണ്. പ്രസവിക്കാൻ എത്ര ദിവസം ഉണ്ടാണത്? എത്ര ദിവസം ഉണ്ടാവും പ്രസവിക്കാൻ? ഇതിന് ഒരു 25 ദിവസം പിടിക്കട്ടോ. 25 ദിവസത്തോളം ഉണ്ടല്ലേ? ഇതിനൊക്കെ എത്ര 25 ലിറ്ററിന് മേലെ പാല് പ്രതീക്ഷിക്കുന്ന ഒരു പശുവാണ്. 2 പല്ല് പ്രായം അല്ലേ? ഇതെങ്ങനെയാണ് ഇനി ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? നമ്മളിപ്പോൾ കേരളത്തിൽ ഇവർ കൊണ്ടുവന്ന് 6 കൊല്ലോണ്ടി കിലോമീറ്റർ 20 രൂപ കേട്ടോ. ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? സേലത്തുനിന്ന്. ഇവിടെ നമ്മൾ കർണാടകയിൽ നിന്ന് എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കാം? തമിഴ്നാട് സേലം വരെ ഒരു 2000 ഇവിടുന്ന് 2000 രൂപയ്ക്ക് കൊടുത്ത് എത്തിക്കണം അല്ലേ? അല്ല പ്രശ്നങ്ങളൊന്നുമില്ല. പലർക്ക് ഈ കർണാടകയിലെ പശുക്കളെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. 2 പല്ല്. മൂന്നാമത്തെ പല്ലായി വരുന്നു അല്ലേ? ശരി ശരി. 2 പല്ല് മൂന്നാമത്തെ പല്ല് കിളിച്ച് വരുന്നു. നീ കിടന്നോ? അത്യാവശ്യം ബ്രീഡ് കൂടിയ HF പശുവാണല്ലോ. എത്ര പല്ലാണത്? എത്ര പല്ല്? 2 പല്ല്. 4 പല്ലായിട്ടുണ്ടല്ലേ? പ്രസവിക്കാൻ എത്ര ദിവസം ഉണ്ടോ? അത് ഇനി ഒരു 20 ദിവസം പിടിക്കാം. 20 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം പ്രസവിക്കുന്നത്. മടിയൊക്കെ അത്യാവശ്യം നല്ല ബാക്കിലേക്ക് നല്ല എടുപ്പുള്ള പശുവാണ്. 4 പല്ല് പ്രായമുള്ള കന്നി പശുവാണ്. തല്ലൊക്കെ മുടിയൊക്കെ ഉണ്ട്. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കിതിന്? 20 ലിറ്ററിന് ഒരു ദിവസം അല്ലേ? 20 ലിറ്ററിന് മേലെ എങ്ങനെയാലും പ്രതീക്ഷിക്കാവുന്ന പശുവാണ്. അത്യാവശ്യം സൈസ് ഉണ്ട്, അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റി ഉണ്ട്. ഹലോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ പശുക്കളെല്ലാം ഒരുമിച്ച് കൊണ്ട് കെട്ടി നമ്മൾ അവിടുന്ന് ചിന്താമണിയിൽ നിന്ന് ഡയറക്റ്റ് സേലത്തേക്ക് കൊണ്ടുവരികയാണ്. സേലത്തു നിന്നാണ് പിന്നെ നാട്ടിൽ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു വീഡിയോ സപ്പോർട്ട് എല്ലാവർക്കും ഒരിക്കലും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.